നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതർ ഇൻ്റർവെൽസ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. ഇപ്പം നമ്മൾ ഇതുവരെ എന്താ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഫോറിയർ സീരീസ് എക്സ്പാൻഷൻസ്, ഡിറിച്ലെറ്റ് കണ്ടീഷൻസ്, അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇല്ലേ? അപ്പോൾ എന്താണ് ഈ ഒരു അതർ ഇൻ്റർവെൽസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആദ്യം ഞാൻ പറയാം. ഇതുവരെ നമ്മൾ എന്ത് പഠിച്ചാലും നമ്മൾ ഇവിടെയൊക്കെ കൺസിഡർ ചെയ്തിട്ടുള്ളത് ഇൻ്റർവെൽ എന്തായിരുന്നു? -π അല്ലെങ്കിൽ 0 to π. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ ബേസ് ഇൻ്റർവെൽസ് ആയിട്ട് നമ്മൾ ഇതുവരെ എവിടെ ഡിസ്കസ് ചെയ്തിട്ടോ അവിടെ എല്ലാം നമ്മൾ ചൂസ് ചെയ്ത ഇൻ്റർവെൽസ് ഇങ്ങനത്തുള്ളൊരു ഇൻ്റർവെൽസ് ആയിരുന്നു. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ട് മറ്റ് തരത്തിലുള്ള ഇൻ്റർവെൽസ് നമ്മൾ എടുക്കുന്നില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും ഇല്ലേ? അതായത് ഇത് കൂടാതെ വേറെ തരത്തിലുള്ള ഇൻ്റർവെൽസൊക്കെ വരുവാണെങ്കിൽ അവിടെയൊക്കെ എങ്ങനെയായിരിക്കും ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷൻ നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഏതൊരു ഇൻ്റർവെൽ തന്നാലും അതിൻ്റെ ഒരു ലെങ്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇൻ്റർവെൽ AB ആണെങ്കിൽ അതിൻ്റെ ലെങ്ത് എന്താണ്? B - C ആണ്. ഇവിടെ A ആണ് ഇൻ്റർവെലിൻ്റെ ലോവർ ലിമിറ്റ്, B ആണ് ഇൻ്റർവെലിൻ്റെ അപ്പർ ലിമിറ്റ്, അല്ലെങ്കിൽ ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും അങ്ങനെയും പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ -πയുടെ കേസിൽ ലോവർ ബൗണ്ട് -πയും അപ്പർ ബൗണ്ട് π ആണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത് എങ്ങനെ വരും? π - -π, അതായത് π + π, നമുക്ക് എന്ത് കിട്ടും? 2π. ഇനി രണ്ടാമത്തെ ഇൻ്റർവെലിൻ്റെ കേസിലാണെങ്കിലോ 0 to π. ഇവിടെ ലോവർ ബൗണ്ട് 0, അപ്പർ ബൗണ്ട് 2π. സോ 2π - 0 = നിങ്ങൾക്ക് എന്ത് കിട്ടും മക്കളെ? 2π എന്ന് തന്നെ വരും, അല്ലയോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇൻ്റർവെൽസ് എന്ന് പറയുന്നത് 2l ലെങ്ത് ഉള്ളൊരു ഇൻ്റർവെല്ലാണ്. 2l ലെങ്ത് ഉള്ളൊരു ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ ഇൻ്റർവെലിൻ്റെ ഫോം എങ്ങനെ വരാം? ഒന്നിലെ -l എന്ന് വരാം, അല്ലെങ്കിൽ എങ്ങനെ വരാം? 0 to l എന്ന് വരാം. ലെങ്ത് 2l ആണോ എന്ന് ചെക്ക് ചെയ്തേ. ഫസ്റ്റ് ഇൻ്റർവെൽ ലോവർ ബൗണ്ട് -l, അപ്പർ ബൗണ്ട് l. സോ l - -l, ദറ്റ് ഈസ് l + l. l + l എന്താ? 2l. ഇനി സെക്കൻഡ് ഇൻ്റർവെൽ എടുത്തേ. സെക്കൻഡ് ഇൻ്റർവെൽ എന്താ? 0 to l. ഇവിടെ ലോവർ ബൗണ്ട് 0, അപ്പർ ബൗണ്ട് 2l. സോ ലെങ്ത് കണ്ടുപിടിച്ച് നോക്കി. അപ്പർ ബൗണ്ട് മൈനസ് ലോവർ ബൗണ്ട് 2l - 0 = എന്തെന്ന് പറഞ്ഞ് കിട്ടും നിങ്ങൾക്ക്? 2l എന്നും പറഞ്ഞ് കിട്ടും, അല്ലേ? അപ്പോൾ ഏതൊരു ഇൻ്റർവെല്ലിൽ നിന്നാലും ലെങ്ത് കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ ഇങ്ങനത്തുള്ള ഇൻ്റർവെൽസിലൊക്കെ നമ്മൾ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ്റെ ഫോമൊക്കെ അറിയാമല്ലോ. -π ആണെങ്കിൽ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ്റെ ഫോം എങ്ങനെയായിരുന്നു? f(x) = 1/2 a0 + a1 cos x + a2 cos 2x + a3 cos 3x + etc. + b1 sin x + b2 sin 2x + b3 sin 3x. a എന്ന് പറയുന്നത് 1/5 × -π to π f(x) cos nx dx ആണ്. എന്നിൻ്റെ വേരിയേഷൻ 0, 1, 2 etc. ആണ്. അതേപോലെ bn എന്ന് പറയുന്നത് 1/π × -π to π f(x) sin nx dx ആണ്. എന്നിൻ്റെ വേരിയേഷൻ 1, 2 etc. ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻസ് അതായത് ഈ ഒരു സെക്ഷനിൽ അതർ ഇൻ്റർവെൽസ് എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ എടുക്കുന്ന സൈൻ ഫംഗ്ഷൻ sin nπ x/l ആണ്. കൊസൈൻ ഫംഗ്ഷൻ cos nπ x/l ആണ്. ആൻഡ് എക്സ്പെണൻഷ്യൽ ഫംഗ്ഷൻ e⁻nπ x/l ആണ്. ഈ മൂന്ന് ഫംഗ്ഷൻസിൻ്റെയും പീരീഡ് 2l ആണ്. എങ്ങനെ ഒരു ഫംഗ്ഷൻ പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റെഗുലർ ഇൻ്റർവെൽസിൽ എന്താ ഒരേ മോഷൻ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. അത്തരത്തിലുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ f(x)ൻ്റെ പീരീഡാണ് p എങ്കിൽ അത് എന്ത് ഹോൾഡ് ചെയ്യും? f(x + p) = എന്തായിരിക്കും? f(x) ആയിരിക്കും. ഇവിടെ നമ്മളെ ഫംഗ്ഷൻ എന്താ? sin nπ x/l. അതിൻ്റെ പീരീഡ് 2l എന്ന് കണ്ടുപിടിക്കണം. 2l ആണെന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? sin nπ nπl of x + 2l എന്ന് പറയുന്നത് എന്താണെന്ന് ചെക്ക് ചെയ്താൽ മതി. sin nπ x/l ആണെന്ന് നമ്മൾ നോക്കിയാൽ മാത്രം മതി. ഓക്കെ, ഇങ്ങനെ ആവുകയാണെങ്കിൽ ഈ സൈൻ ഫംഗ്ഷൻ്റെ പീരീഡാണ് 2l എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് ചെയ്യാൻ നോക്കുവാണ്. അതുകൊണ്ട് ഇവിടെ നോക്കി, sin nπl of x + 2l എന്താ? അപ്പോൾ ഈ nπ/l അകത്തോട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ nπ x/l + nπ/l × 2l. ഇവിടെ എല്ലും ക്യാൻസലായി പോകുന്നു രണ്ടാമത്തെ ടീമിൽ. സോ നമുക്ക് കിട്ടുന്നു sin of nπ x/l + 2nπ എന്ന് പറഞ്ഞ് കിട്ടുന്നു, ഇല്ലേ? sin of 2nπ + θ എന്ന് പറയുന്നത്, അതായത് sin of 2nπ + θ എന്ന് പറയുന്നത് എന്താ? sin തീറ്റയാണ്. അതൊരു റിസൾട്ടാണ്. sin of 2nπ + θ 2nπ + θ എന്ന് പറയുന്നത് എന്താണ്? sin തീറ്റയാണ്. അവിടെ ഇപ്പോൾ sin of nπ x/l + 2nπ എന്ന് പറയുന്നത് എന്താണ്? nπ x/l + 2nπ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പാരാമീറ്റർ തീറ്റയുടെ സ്ഥാനത്ത് ആരാ ഉള്ളത്? nπ x/l. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? sin of nπ x/l എന്ന് പറഞ്ഞ് കിട്ടും. ഇതേപോലെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. cos nπ x/lൻ്റെയും e⁻nπ x/lൻ്റെയും പീരീഡ്സ് എന്തായിരിക്കും? 2l ആയിരിക്കും.
സോ ഇവിടെ നമുക്ക് മനസ്സിലായി ഈ 3 ഫംഗ്ഷൻ്റെയും പീരീഡ് എന്താണ് 2L ആണെന്ന് മനസ്സിലായി. അപ്പോൾ പീരീഡ് 2L ആണെങ്കിൽ, അതായത് ഇൻ്റർവെൽസിൻ്റെ ഫോം -L അല്ലെങ്കിൽ 0 to L ആണ്. അങ്ങനെ ആവുകയും എന്താണ് sin nπx/L cos nπx/L e⁻⁴ ഇങ്ങനത്തുള്ള ഈ ഫോമിലുള്ള ഫംഗ്ഷൻസിൻ്റെയൊക്കെ പീരീഡ് എന്താണ് 2L ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇൻ്റർവെല്ലിൽ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് f(x) എന്താ a0/2 പ്ലസ് a1 cos πx/L പ്ലസ് a2 cos 2πx/L പ്ലസ് എക്സെട്ര പ്ലസ് b1 sin πx/L പ്ലസ് b2 sin 2πx/L പ്ലസ് എക്സെട്ര. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് വരുന്നേ ഉള്ളൂ, πx/L വരുന്നേ ഉള്ളൂ. മറ്റേ ആദ്യം പഠിച്ച എക്സ്പാൻഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് വരുന്നേ ഉള്ളൂ, πx/L വരുന്നേ ഉള്ളൂ. ഇത് കാണാതെ അറിഞ്ഞിരിക്കണം. a-നും b-നും കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസാണ്. a എന്ന് പറഞ്ഞാൽ എന്താണ് 1/L ഇൻറ്റു ഇൻ്റഗ്രൽ -L to L f(x) ഇൻറ്റു cos nπx/L dx ആൻഡ് b എന്ന് പറയുന്നത് 1/L ഇൻറ്റു ഇൻ്റഗ്രൽ -L to L f(x) ഇൻറ്റു sin nπx/L dx ആണ്. ഓക്കെ, ഇവിടെ a-ൻ്റെ വേരിയേഷൻ a-നുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താ a0, a-നുകൾ എവിടെ നിന്നല്ല തുടങ്ങുന്നത് a0, a1, a2 എക്സെട്ര. b-നുകൾ എവിടെ മുതൽ തുടങ്ങുന്ന b1, b2 എക്സെട്ര. അങ്ങനെ അപ്പം a-ൻ്റെ വേരിയേഷൻ ഇവിടെ കോമ ഇട്ടിട്ട് a-ൻ്റെ വേരിയേഷൻ എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് എഴുതി വെക്കണം. ഇവിടെ കോമ a-ൻ്റെ സ്ഥാനത്ത് കോമ ഇട്ടിട്ട് n വേരീസ് ഫ്രം 0, 1 to എക്സെട്ര. ആൻഡ് b-ൻ്റെ കേസിൽ n-ൻ്റെ വേരിയേഷൻ എവിടെ മുതലാണ്, കാരണം b1, b2, b3 ഇല്ലേ, അപ്പോൾ n-ൻ്റെ വേരിയേഷൻ 1, 2, 3 എക്സെട്ര. ഓക്കെ, ഇതും കൂടെ ഒന്ന് എഴുതി ചേർത്താൽ നല്ലതായിരിക്കും. ഇനി നമ്മൾ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ നമ്മൾ -π പഠിച്ചപ്പോൾ നമ്മൾ അതിൻ്റെ കോംപ്ലക്സ് ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇവിടുത്തെ നമ്മൾ 12 പീരീഡുള്ള കോംപ്ലക്സ് പീരിയോഡിക് ഫംഗ്ഷനാണ് e⁻i πx/L എന്ന് നമ്മൾ കണ്ടതാണ് അല്ലേ. അപ്പം ഇങ്ങനത്തുള്ള കേസിൽ, അതായത് -L അല്ലെങ്കിൽ 0 to L എന്ന് പറയുന്ന ലെങ്ത് 2L എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ കോംപ്ലക്സ് ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ എന്താ f(x)ൻ്റെ, അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. f(x) എന്താ c0 പ്ലസ് c1 ഇൻറ്റു e⁻i πx/L പ്ലസ് c-1 e⁻−i πx/L പ്ലസ് c2 e⁻2i πx/L പ്ലസ് c-2e⁻2i πx/L പ്ലസ് എക്സെട്ര. ഓക്കെ, ഇനി cn-ൻ്റെ ഫോർമുല, അതായത് ഇവിടുത്തെ കോയിഫിഷ്യൻസ് ആരൊക്കെയാണ്, c0, c1, c-1, c2, c-2 എക്സെട്ര. മറ്റേതുപോലെ തന്നെ എക്സിൻ്റെ സ്ഥാനത്ത് എന്താ πx/L വന്നെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. cn-ൻ്റെ വേരിയേഷൻ നമുക്ക് നോക്കാം. 1/2L ഇൻറ്റു ഇൻ്റഗ്രൽ -L to L f(x) ഇൻറ്റു e⁻i πx/L dx. ഓക്കെ, അപ്പോൾ ഇവിടെയും n-ൻ്റെ വേരിയേഷൻ നമുക്ക് എഴുതാം. n എന്താ 0 ആവാം, 0 ഉണ്ട്, പോസിറ്റീവ് ഇൻറ്റിജേഴ്സും വരും, നെഗറ്റീവ് ഇൻറ്റിജേഴ്സും വരും. അതറിയാമല്ലോ നിങ്ങൾക്ക്. c0 കണ്ടുപിടിക്കാനായിട്ട് n-ന് എന്ത് കൊടുത്താൽ മതി, 0 കൊടുത്താൽ മതി. c1 കണ്ടുപിടിക്കാൻ n-ന് ഇവിടെ 1 കൊടുത്താൽ മതി. c-1 കണ്ടുപിടിക്കണമെങ്കിൽ n-ന് എന്ത് കൊടുത്താൽ മതി, ഈ ഫോർമുലയിൽ എന്ത് കൊടുത്താൽ മതി, -1 കൊടുത്താൽ മതി. c2 ആണെങ്കിൽ ഈ ഫോർമുലയിൽ n-ന് 2 കൊടുക്കണം. c-2 ആണെങ്കിൽ ഈ ഫോർമുലയിൽ n-ന് എന്ത് കൊടുക്കണം, -2 കൊടുക്കണം. ഓക്കെ, ഇനി ഒരു പ്രോബ്ലമാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആയിക്കോളും. ഓക്കെ, ഗീവൺ f(x) is equal to 0 എന്താണ് 0 ലെസ് ദാൻ x ലെസ് ദാൻ L ആൻഡ് 1, 1 ലെസ് ദാൻ x ലെസ് ദാൻ 2L. അതായത് f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ വാല്യൂസ് ആണ് തന്നിട്ടുള്ളത്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇൻ്റർവെൽ എന്താ ഇവിടെ, ഫസ്റ്റ് റേഞ്ച് എന്താ 0 മുതൽ L വരെ. സെക്കൻഡ് റേഞ്ച് എന്താ, സെക്കൻഡ് റേഞ്ചിലെ മക്കളെ ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. 1 ലെസ് ദാൻ x ലെസ് ദാൻ L എന്നല്ല, L ലെസ് ദാൻ x ലെസ് ദാൻ 2L എന്നാണ് കേട്ടോ. അതായത് f(x)ൻ്റെ വാല്യൂ 0 മുതൽ L വരെ f(x)ൻ്റെ വാല്യൂ എന്താ 0. ഇനി L മുതൽ 2L വരെ f(x)ൻ്റെ വാല്യൂ എന്താ 1. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാക്കാൻ മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യൻ എന്താ, എക്സ്പാൻഡ് f(x) ഞാൻ എക്സ്പൊണൻഷ്യൽ ഫോറിയർ സീരീസ് ഓഫ് പീരീഡ് 2L. അപ്പോൾ പീരീഡ് 2L ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ എന്താണ് നമ്മൾ കണ്ടായിരുന്നു തൊട്ട് മുന്നേ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം ആ ഫോർമുലാസ് വേണം എഴുതി വെക്കാൻ, എന്നിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാൻ. ഓക്കെ, അപ്പോൾ അതാണ്ട് ഞാൻ എഴുതി വെച്ചു. എക്സ്പൊണൻഷ്യൽ ഫോറിയർ സീരീസ് ഇസ് ഗിവൺ ബൈ f(x) is equal to c0 plus c1 e⁻i πx/L plus c-1 e⁻−i πx/L plus c2 e⁻2i πx/L plus c-2 e⁻2i πx/L plus etc. cn-ൻ്റെ ഫോർമുല എങ്ങനെയാണ് 1/2L ഇൻറ്റു ഇൻ്റഗ്രൽ -L to L f(x) ഇൻറ്റു e⁻i nπx/L dx. പക്ഷേ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇൻ്റർവെൽ എന്താ, ഇൻ്റഗ്രൽ -L to L അല്ലേ, -L to L. അതായത് കാരണം ഇവിടെ അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ ഇൻ്റർവെൽ 2 തരത്തിൽ വരാം. 12 വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഇൻ്റർവെൽ 2 തരത്തിൽ വരാം. ഒന്നിയല്ലേ -L അല്ലെങ്കിൽ എന്താ 0
2L. ഇവിടെ നിങ്ങൾക്ക് മൊത്തത്തിൽ തന്നിട്ടുള്ള ഇൻ്റർവെൽ, ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് ഫോർമുല കഴിഞ്ഞിട്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ഇൻ്റർവെൽ എന്താ, തുടങ്ങുന്നത് 0 ഇല്ലേ? നിങ്ങൾ ഇൻ്റർവെൽ തുടങ്ങുന്നത് ഇവിടെ 0-ൽ, അവസാനിക്കുന്നത് 2L. അതായത് നിങ്ങൾ ഇൻ്റർവെൽ എന്താ 0-2L. അപ്പോൾ ആ ലിമിറ്റ്, അതായത് നിങ്ങൾ നേരത്തെ എഴുതിയ ഈ ഫോർമുലയിൽ -Lനും Lനും പകരം എന്ത് കൊടുക്കണം? അതായത് ഈ ഒരു ഫോർമുലയിൽ ചെറിയൊരു വ്യത്യാസം വരും. കാരണം എങ്ങനായാലും ഏത് രീതിയിലായാലും ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെയും വിട്ട് എന്താ 2L. -L എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൻ്റെ വിട്ടും എന്താ 2L. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഇൻ്റർവെൽ 0-2L ആണ്. അപ്പോൾ ലിമിറ്റും അതനുസരിച്ച് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അത് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആവും എന്നുള്ളത് കൊണ്ടാണ് അവിടെ അത് സ്പെസിഫൈ ചെയ്യാൻ, അങ്ങനെ കൺഫ്യൂഷൻ വരരുത്. അപ്പോൾ അവിടെ ഈ ഒരു ഫോർമുലയിൽ ഓക്കെ, CNൻ്റെ ഫോർമുല ഇതായിരുന്നു. ഈ ഒരു ഫോർമുലയിൽ നമ്മൾ ഇൻ്റർവെൽ 0-2L ആയതുകൊണ്ട് -Lൻ്റെ സ്ഥാനത്ത് 0യും വരും, Lൻ്റെ സ്ഥാനത്ത് അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള Lൻ്റെ സ്ഥാനത്ത് 2Lഉം വരും. ക്ലിയർ ആയോ? വേറെ ഒരു പ്രശ്നവും ഇല്ല. ഇൻ്റർവെൽ നോക്കി വേണം എപ്പോഴും പ്രോബ്ലംസ് ചെയ്യാൻ. ജനറൽ ഫോർമുല നമ്മൾ കാണാതെ അറിഞ്ഞിരുന്നാലും ഇൻ്റർവെൽ എന്താണോ അത് വെച്ചിട്ട് വേണം നമ്മൾ ലിമിറ്റ് എപ്പോഴും കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ടോട്ടലി നമ്മളുടെ ഒരു വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് കറക്റ്റ് ചെയ്താൽ, നീ അത്രയ്ക്ക് കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ നിങ്ങളത് ഇവിടെ വെച്ച് കൺസിഡർ ചെയ്യും. CNൻ്റെ ഫോർമുലയിൽ എന്താ ലോവർ ലിമിറ്റിൻ്റെ സ്ഥാനത്ത് 2L, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റിൻ്റെ സ്ഥാനത്ത് 0, അപ്പർ ലിമിറ്റിൻ്റെ സ്ഥാനത്ത് 2L. ഓക്കെ, 2L. അപ്പോൾ ഇനി പ്രശ്നമല്ലല്ലോ. അപ്പോൾ CN ഇപ്പോൾ എന്ത് കിട്ടി? 1/2L × ഇൻ്റഗ്രൽ 0-2L f(x) × e−i n(πx/L) dx ആണല്ലോ. പക്ഷേ 0-L ഫംഗ്ഷൻ ഒരു വാല്യൂ ആണ്, അങ്ങനെയാണെങ്കിൽ L-2L മറ്റൊരു വാല്യൂ. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനൊരു സ്പ്ലിറ്റിങ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ വന്നത്. സോ കോൺസ്റ്റൻ്റ് പുറത്തിട്ടു 1/2L × ഇൻ്റഗ്രൽ 0-L f(x) × e−i n(πx/L) dx പ്ലസ് ഇൻ്റഗ്രൽ L-2L f(x) × e−i n(πx/L) dx. കുഴപ്പമില്ലല്ലോ. ഇനി 0-L ആണെങ്കിൽ ഫംഗ്ഷൻ്റെ വില f(x) എന്താ 0 ആണ്. L-2L ആണെങ്കിൽ f(x) എന്താ 1 ആണ്. അതാണ് അടുത്ത സ്റ്റെപ്പിൽ ആ f(x)ൻ്റെ വില ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ 0-1 അല്ല 0-L ആണേ മക്കളെ, 0-L 0 × e−i n(πx/L) dx പ്ലസ് ഇൻ്റഗ്രൽ L-2L 1 × e−i n(πx/L) dx. ഇൻ്റഗ്രൽ 0 × e−i n(πx/L) മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് മൊത്തം 0, അതായത് ഇൻ്റഗ്രൽ ഓഫ് 0 എന്ത് വരും? 0. അപ്പോൾ ഈ ഫസ്റ്റ് ഇൻ്റഗ്രലിൻ്റെ വില 0 ആയിപ്പോയി. ഇനി സെക്കൻഡ് ഇൻ്റഗ്രൽ 1/2L ഇവിടെ പുറത്തുണ്ട്. സോ ഇൻ്റഗ്രൽ L-2L e−1 × e−i n(πx/L) എന്ത് കിട്ടും? e−i n(πx/L) dx തന്നെ വരും. അപ്പം നമുക്കിപ്പം കിട്ടി 1/2L × ഇൻ്റഗ്രൽ L-2L e−i n(πx/L) dx. e⁴ ഇൻ്റഗ്രേഷൻ എന്താണെന്ന് അറിയാലോ. ഇൻ്റഗ്രൽ e⁴ dx എന്താ? നമുക്കറിയാം e⁴ ആണല്ലോ. അതേപോലെ ഇവിടെ എയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്ന ആൾക്കാരടയ്ക്കുക -i n(π/L) ആണ്. ഓക്കെ, അപ്പോൾ അതെന്ത് കിട്ടും നമുക്ക്? 1/2L × e−i n(πx/L) -i n(π/L) ലിമിറ്റ് ഫ്രം L to 2L. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ കോൺസ്റ്റൻറ്റിനെ പുറത്തെടുക്കണം. അപ്പോൾ 1/2L × 1/-i × n(π/L) e−i n(πx/L) ലിമിറ്റ് ഫ്രം L to 2L. അപ്പം നോക്കി, ഈ രണ്ടാമത്തേത് ഒരു ഫ്രാക്ഷൻ അല്ലേ, ഒരു ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ അല്ലേ? കാരണം -i n(π/L) അതിൻ്റെ 1/, അപ്പോൾ അതിനെന്ത് ചെയ്യാം? നമുക്ക് തിരിച്ചിടുമ്പോൾ എന്ത് കിട്ടും? L/i n(π) എന്നും പറഞ്ഞ് വരും. മൈനസും ഉണ്ട്, അതാണ് ഇവിടെ ഇങ്ങനെ വരുന്നതായിട്ട്. ഓക്കെ, അപ്പം എല്ലാം ക്യാൻസലായി പോയി. ആ കോൺസ്റ്റൻറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -1/2i n(π) എന്ന് വരും. അപ്പോൾ ലിമിറ്റ് കൊടുക്കണം. ആദ്യം അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള 2L എക്സിൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ലോവർ ലിമിറ്റ് ആയിട്ടുള്ള എല്ലും എക്സിൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ നമുക്ക് കിട്ടും e⁻i n(π) × 2L/L -e⁻i n(π)L/L. എല്ലാം ക്യാൻസലായി പോയി. അപ്പം ആ എക്സ്പോണൻഷ്യലിൽ വരുന്ന ടേംസ് ആണ് പറയുന്നത്. -1/2i n(π) × e⁻i 2n(π) എന്തെന്ന് പറഞ്ഞു കിട്ടും? e⁻i n(π) എന്ന് പറഞ്ഞ് വരും ആണല്ലോ. e⁻-2n(π)യുടെ വാല്യൂ നമുക്ക് നോക്കാം. നമുക്കറിയാവുന്ന കാര്യമാണ് e⁻-i⁻θ എന്ന് പറയുന്നത് എന്താ? cos θ മൈനസ് sin θ ആണ്. ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് 2n(π). അപ്പം നമുക്ക് കിട്ടും cos 2n(π) - i × sin 2n(π). cos 2n(π) 1 ആണ്, sin 2n(π) 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 - i × 0, ദാറ്റ് ഈസ് 1 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി അതേപോലെ ആരെയും കൂടെ കണ്ടുപിടിക്കണം. e⁻i n(π). അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെയിം ഫോർമുലയിൽ തീറ്റയുടെ സ്ഥാനത്ത് n(π) ആണ്, cos n(π) - i × sin π. cos n(π) 2, cos 2n(π) ആണെങ്കിൽ 1, cos n(π) ആണെങ്കിൽ -1/n. cos 2n(π) 1,
കോസ് എൻ പൈ ആണെങ്കിൽ -1/n. തെറ്റി പോകരുത്. സൈൻ 2n പൈ 0 ആണ്, സൈൻ n പൈയും 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടും കോസ് n പൈ മൈനസ് i ഇൻറ്റു സൈൻ n പൈ, ദറ്റ് ഈസ് -1/n മൈനസ് എന്താ സൈൻ n പൈ 0 ആണ്, പൈ ഇൻറ്റു 0 എന്നും പറഞ്ഞ് ഇവിടെ വരും. ഇതൊക്കെ ഒത്തിരിയും തവണ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം -1/n -0, ദറ്റ് ഈസ് -1/n എന്ന് പറഞ്ഞ് വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി -1 എന്തെന്ന് പറഞ്ഞ് കിട്ടി നമുക്ക് -1/2i n പൈ ഇൻറ്റു 1 മൈനസ് -1/n. അപ്പോൾ ഈ -1/nൽ n ഈവൻ ആവുകയാണെങ്കിൽ -1/nൻ്റെ വില എന്താവും? -1/nൽ n ഈവൻ ആവുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ -1² എന്താ മക്കളെ? 1 അല്ലേ? -1/4 ആണെങ്കിൽ 1, അതായത് n ഈവൻ ആവുകയാണെങ്കിൽ -1/n എന്താ? 1 ആണ്. n ഈവൻ ആവുകയാണെങ്കിൽ. ഇനി n ഓഡ് ആവുമ്പോൾ -1³ എന്താ? -1. -1/5 എന്താ? -1. സോ -1/n എന്ന് പറയുന്നത് -1 ആവും, n എന്താ? ഓഡ് ആവുമ്പോൾ. സോ ഇവിടെ നമുക്ക് അതാണ്ട് ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന അവിടെ വെച്ചിട്ട് നമുക്ക് 2 വാല്യൂസ് കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനൊരു സ്പ്ലിറ്റിങ് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യത്തെ കേസ് n ഈവൻ ആവുമ്പോൾ -1/n എന്താവും? 1 ആവും. അതുകൊണ്ടാണ് ഫസ്റ്റ് ടൈം എങ്ങനെ വന്നത്? -1/2i n പൈ ഇൻറ്റു 1 മൈനസ് 1 ഇഫ് n ഈസ് ഈവൻ. ഇനി n ഓഡ് ആവുമ്പോൾ അപ്പോൾ n ഓഡ് ആവുമ്പോൾ -1/n എന്താവും? -1 ആവും. സോ -1/2i n പൈ ഇൻറ്റു 1 മൈനസ് -1 ഇഫ് n ഈസ് ഓഡ്. ഇത് ശ്രദ്ധിച്ച് എഴുതണം. ഈ ഫസ്റ്റ് ടൈമിൽ 1 - 1 അല്ലേ 0, അപ്പോൾ ഫസ്റ്റ് ടൈം n ഈവൻ ആവുന്ന കേസിൽ കംപ്ലീറ്റ് ആയിട്ടും 0 ആവും. പിന്നെ നോക്കി ഇനി അടുത്ത കേസ്. അപ്പം നിങ്ങൾ വിചാരിക്കും സാധാരണഗതിയിൽ നമ്മൾ ഏൻസ് നമ്മൾ എഴുതുമ്പോൾ n ഫ്രം സി, അതായത് സി, ഇവിടെ സി എൻ ആണല്ലോ, n അല്ല, ഇവിടെ സി എന്നുകളാണല്ലോ. അപ്പോൾ n C0 ഉണ്ട്, C1 ഉണ്ട്, C-1 ഉണ്ട്, C2 ഉണ്ട്, C-2 ഉണ്ട്, എക്സെട്ര. അപ്പോൾ C0, അതായത് ഇൻഡെക്സ് 0 വരുന്നുണ്ട്. അപ്പം പക്ഷേ ഇവിടെ 0 വരുന്ന എടുക്കാൻ പറ്റുമോ? കാരണം ഇവിടെ ഡിനോമിനേറ്ററിലാണ് n വരുന്നത് അല്ലേ? -1/2i n പൈ എന്ന് പറഞ്ഞ് n ഡിനോമിനേറ്ററിലും വരുന്നുണ്ട്. അപ്പം ഡിനോമിനേറ്ററിൽ എന്നിന് നമ്മൾ 0 കൊടുക്കുമ്പോൾ എന്താവും? 1/0, അൺഡിഫൈൻഡ് ഫോമുല. അപ്പം 0 ഒഴികെ ബാക്കി എല്ലാ ഈവൻ എന്നും പറഞ്ഞ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, 0 ഒരു ഈവൻ നമ്പർ ആണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 0 ഒഴികെ ബാക്കി എല്ലാ ഈവൻ നമ്പർ എന്നും പറഞ്ഞ് ഫസ്റ്റ് കണ്ടീഷൻ എഴുതിയിരിക്കുന്നത്. സെക്കൻഡ് കണ്ടീഷൻ എഴുതുമ്പോൾ 1 മൈനസ് -1, അതായത് 1 + 1, അതായത് ഫസ്റ്റ് കണ്ടീഷനിൽ n ≠ 0യും n ഈവനും ആണെങ്കിൽ നമ്മൾ CNൻ്റെ വില 0 ആണ്. പിന്നെ n ഓഡ് ആവുകയാണെങ്കിൽ -1/2i n പൈ ഇൻറ്റു 1 + 1 n ഈസ് ഓഡ്. 1 + 1 2 ആണ്, 2 ക്യാൻസലായിപ്പോയി. n ഓഡ് ആവുന്ന കേസിൽ -1/n പൈ i എന്ന് പറഞ്ഞ് കിട്ടും. ദറ്റ് ഈസ് n ഈവനും n ≠ 0യും ആവുമ്പോൾ നമുക്ക് വരുന്ന കാര്യം എന്താണ്? n ഈവനും n ≠ 0 ആകുമ്പോഴും നമുക്ക് വരുന്ന കാര്യം എന്താണ്? 0. ഓക്കെ, ഇനി n ഓഡ് ആവുമ്പോൾ എന്താ? -1/n പൈ i വരും. ഓക്കെ, ഇനി നമുക്കിവിടെ ഇത് നമ്മൾ CN ആണേ കണ്ടുപിടിച്ചത്. നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? CN ആണ് കണ്ടുപിടിച്ചത്. CNൽ ആരൊക്കെ കിട്ടി? ഈവൻ നമ്പേഴ്സും, അതായത് ഈവൻ C2, C-2, C4, C-4, ഇതിൻ്റെയൊക്കെ വില എന്ത് വരും? 0 വരും. ഈ കോയിഫിഷ്യൻസ് എല്ലാം 0 ആവും. ഇനി നോൺ 0 ആയിട്ട് നിൽക്കുന്ന ആരൊക്കെ ഉള്ളൂ? C1, C-1, C3, അതായത് ഓഡ് ഇൻഡെക്സ് വരുന്നത് C3, C-3 അങ്ങനെയുള്ളത്. പക്ഷേ ഒരാളും കൂടെ വേണം. ആരാ അത്? ഈ ഒരു ഫോറിയർ സീരീസ് തുടങ്ങുന്നത് തന്നെ ആരിൽ വെച്ചിട്ടാണ്? C0. അപ്പോൾ C0 കണ്ടുപിടിക്കണം. C0 കണ്ടുപിടിക്കാൻ വേണ്ടി പഴയ ഫോമുല എടുക്കുക. ആ പഴയ ഫോമുലയിൽ നമ്മൾ എന്ത് കൊടുക്കും? എന്നിന് എന്ത് കൊടുത്താൽ മതി? C0 കണ്ടുപിടിക്കാൻ എന്നിന് എന്ത് കൊടുത്താൽ മതി? 0 കൊടുത്താൽ മതി. പഴയ ഫോമുല അങ്ങോട്ട് എടുത്തേ. എന്തായിരുന്നു പഴയ ഫോമുല? CN = 1/2L ഇൻറ്റു -L to L f(x) ഇൻറ്റു കാണുന്നുണ്ടോ? e⁻i n π x/L dx. ഇവിടെ എന്നിന് എന്ത് കൊടുക്കണം? നമ്മൾ 0 കൊടുക്കണം. എന്നിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് C0 കിട്ടും. ലിമിറ്റ് മാറ്റിക്കോണം. ഇൻ്റർവൽ 0 to L ആണെങ്കിൽ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 2L. ഓക്കെ, അത് ഓർമ്മയുണ്ടല്ലോ, പറഞ്ഞതാണ് ഞാൻ. അപ്പോൾ C0 കണ്ടുപിടിക്കാൻ അതേ ഇൻ്റർവെൽ തന്നെ എടുത്തു. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 2L. അപ്പോൾ 1/2L ഇൻറ്റു അതിൻ്റെ ഇവിടെയൊക്കെ അങ്ങ് തിരുത്തിക്കോ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അങ്ങ് തിരുത്തിക്കോ. 0 to 2L f(x) ഇൻറ്റു e⁻i 0 ഇൻറ്റു 5x/L dx. കാരണം എന്നിന് 0 കൊടുത്തപ്പോഴേ നമുക്ക് C0 കിട്ടത്തുള്ളൂ. അപ്പോൾ e⁻i ഇൻറ്റു 0 5x/L. അപ്പോൾ ആ e⁻0 എന്ന് പറഞ്ഞു. e⁻0 എന്താ? 1 അല്ലേ? അതായത് 1/2L ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2L. ഇൻ്റർവെൽ 0 to L ആയതുകൊണ്ട് അങ്ങനെ ചേഞ്ച് വരുത്തിയത് ലിമിറ്റിന്. ഓക്കെ, f(x) ഇൻറ്റു e⁻0 dx. e⁻0 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/2L ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2L. ഏത് പ്രോബ്ലം തന്നാലും ലിമിറ്റ് നോക്കണം. ഇൻ്റർവെൽ നോക്കിയാൽ നമ്മൾ ലിമിറ്റ് എടുക്കാം. 0 to 2L, L ഇല്ല, 0 to 2L,
എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇപ്പോൾ 0 to 12 ആകുമ്പം 2 വാല്യൂസ് വരുന്നുണ്ട്. 0 മുതൽ L വരെ ഒരു വാല്യൂ, L മുതൽ 12 വരെ മറ്റൊരു വാല്യൂ. അതുകൊണ്ട് ഇങ്ങനെ സ്പ്ലിറ്റിംഗ് വരും. ദറ്റ് ഈസ് 1/2L ഇൻറ്റു ഇൻ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ L to 2L എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇനി 0 to L ഫംഗ്ഷൻ വാല്യൂ 0 ആണ്. L to 2L എഫ് ഓഫ് എക്സ് എന്താണ് 1 ആണ്. സോ നമുക്കിങ്ങനെ കിട്ടും. എന്ത് കിട്ടും? നമുക്ക് എന്ത് കിട്ടും? 1/2L ഇൻറ്റു ഇൻ്റഗ്രൽ 0 to L 0 dx പ്ലസ് ഇൻ്റഗ്രൽ L to 2L 1 dx. ഇപ്പോൾ ഈ ഫസ്റ്റ് ഇൻ്റഗ്രൽ 0 dx ആയതുകൊണ്ട് 0 ആയിപ്പോവും. ഇൻ്റഗ്രൽ L to 2L 1 dx. അപ്പം അതിങ്ങനെ കിട്ടും 1/2L ഇൻറ്റു ഇൻ്റഗ്രൽ L to 2L 1 dx. 1 dx എന്താ? ഇൻ്റഗ്രൽ 1 dx എന്താ? എക്സ്. അപ്പോൾ 1/2L ഇൻറ്റു എക്സ് ലിമിറ്റ് ഫ്രം L to 2L. ആദ്യം അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക, മൈനസ് ലോവർ ലിമിറ്റ്. ദറ്റ് ഈസ് 1/2L ഇൻറ്റു 12 മൈനസ് L. 12 മൈനസ് L എന്താ? L. L എല്ലാം ക്യാൻസലായി 1/2 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ആരൊക്കെ നമുക്ക് കിട്ടും? C0 1/2, പിന്നെ C2, C-2, C4, C-4 അതെല്ലാം 0 കിട്ടും. ഓക്കെ. പക്ഷേ എന്താ ഓടുകളെല്ലാം കിട്ടും. എന്താ C1, C-1 അതെല്ലാം നമുക്ക് നോൺ സീറോസ് ആയിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു എക്സ്പോണൻഷ്യൽ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ഒന്നും കൂടെ നമ്മളിവിടെ എടുത്തെഴുതി. അതിനുശേഷം C0 1/2 ആണെന്ന് കിട്ടി. C-1 നമുക്കറിയാം എന്താ ആ n ഓഡ് ആവുകയാണെങ്കിൽ എന്താ -1/i ഇൻറ്റു n പൈ ആയിരുന്നു അല്ലേ. ഇപ്പോൾ C-1 കിട്ടാനായിട്ട് എന്നിന് എന്ത് കൊടുത്താൽ മതി? -1 കൊടുക്കുന്നു. അപ്പം മൈനസും പ്ലസ് ആയി. അപ്പോൾ 1/πi. ഇനി C1 കണ്ടുപിടിക്കാൻ എന്നിന് 1 കൊടുക്കുമ്പോൾ ഈ ഫോമുലയിൽ എന്നിന് എന്ത് കൊടുക്കണം? 1 കൊടുക്കുമ്പോൾ -1/i ഇൻറ്റു 1 ഇൻറ്റു പൈ, ദറ്റ് ഈസ് -1/πi. അതേപോലെ എന്നിന് 3 കൊടുക്കുമ്പോൾ C3 കിട്ടും. ഈ സെയിം ഫോമുലയിൽ എന്നിന് 3 കൊടുക്കുമ്പോൾ C3 കിട്ടും. എന്നിന് -3 കൊടുക്കുമ്പം C-3 കിട്ടും. അപ്പോൾ C3 -1/3i പൈ ആൻഡ് C-3 1/3i പൈ എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ദറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ആ ഫോമുലയിൽ വാല്യൂസ് കൊടുക്കണം. അപ്പോൾ അതാ സീറോസ് ആവുന്നത് C2, C-2. ഓക്കെ, അപ്പോൾ അത് രണ്ടും അങ്ങ് C2ഉം C-2ഉം 0 ആയതുകൊണ്ട് ഈ ടേംസ് ഒന്നുമില്ല. പിന്നെ വരുന്ന ടേംസ് ആരൊക്കെയാണ്? C1, C-1, C3, C-3, C5, C-5. C4ഉം C-4ഉം ഒക്കെ 0 ആയിപ്പോൾ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ഒരു എക്സ്പാൻഷൻ. ദറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/2 മൈനസ് 1/πi ഇൻറ്റു ഇ റേസ് ടു i pi x by L പ്ലസ് 1/πi ഇൻറ്റു ഇ റേസ് ടു മൈനസ് i pi x by L മൈനസ് 1/3i pi ഇൻറ്റു ഇ റേസ് ടു 3i pi x by L പ്ലസ് 1/3i pi ഇൻറ്റു ഇ റേസ് ടു മൈനസ് 3i pi x by L പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞ് കിട്ടും. അതായത് ഇവിടെ ഓൾട്ടർനേറ്റ് പ്ലസ് മൈനസ്. അതിൻ്റെ അടുത്ത ടൈം എന്തായിരിക്കും? ഉറപ്പായിട്ടും മൈനസ്. അതുകൊണ്ടാണ് ഇതാ ഇവിടെ -1 വന്നത്. ഓക്കെ, അങ്ങനെ പോവും. ക്ലിയർ ആയി ഈ പ്രോബ്ലം? അപ്പോൾ നമ്മൾ ജനറലായിട്ടുള്ള ഫോമുലയിൽ നമ്മൾ ലിമിറ്റ് -L to L ആണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇൻ്റർവെല്ലിൽ 0 to L ആണെങ്കിൽ ലോവർ ലിമിറ്റ് 0 ആയിട്ട് എടുക്കണം, അപ്പർ ലിമിറ്റ് 12 ആയിട്ട് എടുക്കണം. അപ്പോൾ ഈ പ്രോബ്ലം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ.